ഞാനേ ഇന്നൊരു കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അതെങ്ങനെയാവും, എന്തോളം ആവും നിർത്തില്ല, സക്സസ് ആവും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഇൻസ്റ്റയിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു കടലക്കറി എല്ലാവരും കാണിക്കുന്നുണ്ട്. ഞാനും ഒന്ന് ഉണ്ടാക്കി വെച്ചേക്കാൻ നോക്കൂ. അപ്പം ഇവിടെ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടെ. അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല കട്ട തൈരാട്ടോ, പുളിയൊന്നും ഇല്ലാത്ത കട്ട തൈര്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അത് നമ്മുടെ ആവശ്യത്തിന്. അതിനകത്തേക്ക് ഒരു ടേസ്റ്റിനായിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അണ്ടിപ്പരിപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെ കണക്കനുസരിച്ച്, ഒരു ഊഹാഭോഗം അനുസരിച്ച് ഞാൻ ഇടുന്ന കേട്ടോ. പിന്നെ എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണേ. അരച്ച് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് അരച്ചെടുക്കണം. ഈ മിക്സി കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ഞാൻ ഇങ്ങനത്തെ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ വന്നപ്പം മേടിച്ചതാണ്, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതിനകത്തേക്ക് അടുപ്പിൽ ഒരു നമ്മുടെ പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെച്ചേക്കുന്നത്. അതിനകത്ത് പിന്നെ നമ്മുടെ ജീരകം ഇട്ടിട്ടുണ്ട്, കടുകാണ് ആദ്യം ഇട്ട് പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ വലിയ ജീരകം ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു നമ്മുടെ സവോള കൊത്തി അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കരിഞ്ഞു പോകാതെ നോക്കണേ. ചില സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതായത് ചട്ടിയിൽ തീരും. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് ഒരു തക്കാളി കേട്ടോ, ഒരു തക്കാളി അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വരട്ടിയെടുക്കണേ. എന്നിട്ട് നന്നായിട്ട് ഏകദേശം നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച നമ്മുടെ പേസ്റ്റില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുക. കുഴമ്പ് പരുവത്തിലാണ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് ഇത് മാത്രം ഇട്ട് ഇളക്കി എടുത്താൽ മതി, ചൂടാക്കി എടുത്താൽ മതി. ഞാൻ ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പച്ചവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്തേക്ക്. പിന്നെ നമ്മുടെ ഇത് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു ചെറിയ ടീസ്പൂണ് നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഗുളുഗുളൂന്ന് തിള വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ച കടല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കടല ആഡ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് വേറെ സംഭവങ്ങൾ, ചിക്കൻ വേണമെങ്കിൽ ഇടാം, എല്ലാത്തിനും പറ്റിയൊരു ഗ്രേവി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഗസമോള് എണീറ്റ് കേട്ടോ. എണീറ്റിട്ട് ആളുമായിട്ട് സംസാരിക്കുന്ന ഭാവം കഴിഞ്ഞോ? എന്റെ ദേവമേ, ക്ഷീണിതയായോ? എന്നാണ് ഉറക്കമൊക്കെ സുഖമായിരുന്നോ? എന്നെ കൊണ്ടൊന്നും വയ്യേ അമ്മ, ഇതെന്നാ ചോദിക്കണേന്ന്. നമുക്ക് കറി വെക്കാം. കൊച്ചു കൂടുന്നോ? ആണോ? എന്നാ കറി വെക്കണ്ടേ? അമ്മ കറി വെക്കാനെല്ലാം റെഡിയാക്കി വെച്ചപ്പോ കൊച്ചെണീറ്റെ. അമ്മ കറി വെക്കട്ടെ? എന്നാ